പി.എ. പ്രജി. അതുമാത്രമല്ല MD-യുമായിട്ട് വളരെ അടുത്ത് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ച ശ്രീ NE സുധീർ അദ്ദേഹം തന്നെ ഇന്ന് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി, ചില യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ പറഞ്ഞത് എന്ന് MD അദ്ദേഹത്തോട് പറഞ്ഞു എന്ന്. ചില കാര്യങ്ങൾ ഞാനിവിടെ പറയും, അതിനുശേഷം അത് പറഞ്ഞിട്ടുണ്ട് എന്നും ശ്രീ NE സുധീർ പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തെ കൂടുതൽ മുഖവിലേക്ക് എടുക്കേണ്ടി വരികയാണ്. ഇങ്ങനെയൊരു പ്രസ്താവന ദേശാഭിമാനിയിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അതുമാത്രമല്ല, എങ്കിൽ പിന്നെ ആരെക്കുറിച്ചാണ് MD വാസുദേവൻ നായർ അവിടെ പറഞ്ഞത്? അങ്ങനെ ചോദിക്കുമ്പോൾ ശ്രീ EP ജയരാജൻ തന്നെ ഇങ്ങോട്ട് കയറി പറയുകയാണ് അത് മോദിയെ പറ്റിയാണെന്ന്. അതെങ്ങനെ ശരിയാവും? അല്ല, മഞ്ജുഷ NE സുധീറിനെ വിശ്വസിച്ചോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം ഈ ചർച്ച കേൾക്കുന്ന കേരളത്തിന്റെ പൊതുസമൂഹം CPM-ന്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ ഇന്ന് രാവിലെ പ്രസിദ്ധീകരിച്ച MD-യുടേതായ പ്രസ്താവന അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. അങ്ങനെ ഒരു മുഖപത്രത്തിൽ, CPM-ന്റെ മുഖപത്രത്തിൽ ഇത്തരത്തിലൊരു പ്രസ്താവന വന്നിട്ട് അത് MD-യുടേതല്ലെങ്കിൽ കേരളത്തിന്റെ വിഖ്യാതനായ കഥാകാരൻ, ചങ്കൂറ്റത്തിന്റെ പര്യായ പദമായിട്ടുള്ള കഥാകാരൻ, അങ്ങനെ അദ്ദേഹത്തെ പറ്റി ഇല്ലാത്ത ഒരു പ്രസ്താവന CPM-ന്റെ മുഖപത്രം കൊടുത്താൽ അത് നിഷേധിക്കാതെ ഇരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മഞ്ജുഷ് വിശ്വസിച്ചോളൂ. എല്ലാ കാര്യത്തിലും കയറി ഞാൻ അത് പറഞ്ഞിട്ടില്ല ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ആളല്ല. അത് താങ്കൾക്കും അറിയാവുന്ന കാര്യമാണ്. രാഷ്ട്രീയ വിഷയങ്ങളിൽ പോലും അദ്ദേഹം അഭിപ്രായം പറയുകയാണെങ്കിൽ അത് കുറിക്കൊള്ളുന്ന അഭിപ്രായങ്ങളാണ് അദ്ദേഹം പറയാറുള്ളത്. അതിന്റെ പേരിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പേര് കൂടിയാണ് CPM എന്ന് വെച്ച് അദ്ദേഹം CPM-ന്റെ സഹയാത്രികൻ അല്ല താനും. നോട്ട് നിരോധന സമയത്ത് അദ്ദേഹം തന്റെ അഭിപ്രായം പറഞ്ഞുവല്ലോ, അത് കേന്ദ്ര സർക്കാരിനെതിരെയായിരുന്നു. അവിടെ CPM-ന്റെ അഭിനന്ദനം അദ്ദേഹം ഏറ്റുവാങ്ങിയതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഇപ്പോൾ CPM മുഖപത്രത്തിൽ വന്നു, അത് അങ്ങനെയല്ല എന്ന് MD തൊട്ട് പിന്നാലെ പ്രസ്താവനയുമായി വരുമെന്ന് താങ്കൾ കരുതേണ്ടതില്ല. ശ്രീ P.A. പ്രജി, MD പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞു KLF-ന്റെ വേദിയിൽ. അത് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കാണ് അദ്ദേഹം ആ കാര്യങ്ങൾ പറഞ്ഞത് എന്ന് അറിയേണ്ടവർ അറിഞ്ഞു കഴിഞ്ഞു. ഉറക്കം നടിക്കുന്നവർക്ക് അവരെ ഉണർത്തുവാൻ കഴിയുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ അഡ്വക്കേറ്റ് P.A. പ്രജി. പിന്നെ താങ്കൾ EP ജയരാജൻ പറഞ്ഞല്ലോ മോദിയെ കുറിച്ചാണെന്ന്. അതെങ്ങനെയാണ് EP-ക്ക് മനസ്സിലായത് മോദിയെ കുറിച്ചാണെന്ന്? മഞ്ജുഷേ, ഈ ചർച്ചയിൽ ഇപ്പോൾ മഞ്ജുഷ് കാണിക്കുന്ന വ്യഗ്രതയൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ഞാനൊരു പോയിന്റ് പറഞ്ഞ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ എത്രയോ സുദീർഘമായ പ്രസ്താവനകൾ ഇത് പിണറായി വിജയനെ കുറിച്ചാണ്, ഇടതുപക്ഷത്തെ കുറിച്ചാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് സമർത്ഥിക്കാൻ മഞ്ജുഷ് അത്ര ബുദ്ധിമുട്ടേണ്ടതില്ല. ഒരു 5 മിനിറ്റ് സമയം എനിക്ക് ഒന്ന് വിഘ്നമില്ലാതെ ഒന്ന് പറയാൻ അനുവദിച്ചാൽ മഞ്ജുഷ്, ഉറങ്ങിക്കിടക്കുന്ന മഞ്ജുഷിനെ ഒന്ന് തട്ടി ഉണർത്താൻ എനിക്ക് കഴിയും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യഥാർത്ഥത്തിൽ മഞ്ജുഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ MD-യുടെ ഈ പ്രസംഗത്തെ കണ്ണടച്ചിരുട്ടാക്കുന്ന സമീപനം എടുക്കുന്നു എന്നുള്ള എൻ്റെ പോയിന്റ് പറയാൻ സമ്മതിക്കാതെ ഒരേ കാര്യം ആവർത്തിച്ച് 3ാമത്തെ പ്രാവശ്യമാണ് ആദ്യത്തെ 5 മിനിറ്റിനുള്ളിൽ മഞ്ജുഷ് ഇടപെടുന്നത്. മഞ്ജുഷെ, ഞാനത് ചോദിക്കട്ടെ, MD-യെ പോലെ ഉത്തരവാദിത്തമുള്ള ഒരു കഥാകൃത്ത്, ഒരു സാഹിത്യ നായകൻ, അദ്ദേഹത്തിൻ്റെതായി കേരളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൽ വന്നിട്ടുള്ള പ്രസ്താവന ഇന്ന് വൈകുന്നേരമായിട്ട് പോലും അദ്ദേഹം നിഷേധിക്കുന്നില്ല. അതിന് പോലും മഞ്ജുഷ് വെറുതെ എന്തിനാണ് ഇത്രയും തട്ടുമുട്ടു ന്യായങ്ങൾ പറയുന്നത്? ഞാൻ ഒരു കാര്യം കൂടി അതിനോട് ചേർത്ത് വെച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റു മാധ്യമങ്ങളിൽ അല്ല, ഇങ്ങനെയാണെങ്കിൽ ശ്രീ പ്രജി അല്ലല്ല മഞ്ജുഷ് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ഇടപെട്ടതാണ്. പറഞ്ഞോളൂ. അത് മഞ്ജുഷ് ഇങ്ങനെ ആവർത്തിച്ച് ഒരു കാര്യം, കാക്ക കറുത്തതല്ല വെളുത്തതാണ് എന്ന് മഞ്ജുഷ് 7 മണിക്ക് ചർച്ചയിൽ വന്നിരുന്ന് 25 പ്രാവശ്യം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് കാക്ക വെളുത്തതാകില്ല മഞ്ജുഷെ. ഞാനൊരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരാൻ മഞ്ജുഷ് വളരെ ബോധപൂർവം സമ്മതിക്കാത്തത് മഞ്ജുഷിലുള്ള ഞാൻ പറയട്ടെ MT വാസുദേവൻ നായർ, ബഹുമാന്യനായ MT വാസുദേവൻ നായർ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗ വായന യഥാർത്ഥത്തിൽ ആദ്യമായി സംഭവിച്ചത് എവിടെയാണ് എന്ന് മഞ്ജുഷ് തിരക്കിയോ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ്? അത് 2003 അദ്ദേഹം എഴുതിയ ഒരു ലേഖനമാണ്. അത് പറയാത്തത് എന്താണെന്ന് ചർച്ചകളിൽ പറയുമല്ലോ, സ്നേഹാദരങ്ങളോടെ ചരിത്രപരമായ ആവശ്യം, ആ ചരിത്രപരമായ ആവശ്യം ഇപ്പോഴും ഉണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായത് കൊണ്ടല്ലേ അദ്ദേഹം ആവർത്തിച്ചത്. മഞ്ജുഷ് റേഡിയോ പോലെ താങ്കൾ എന്നോട് ചോദ്യം ചോദിച്ചുകൊണ്ടല്ലേ ഞാൻ തിരക്കിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ തിരക്കിയില്ല എന്നല്ലേ പ്രേക്ഷകർ കരുതുകയുള്ളൂ? ഞാൻ തിരക്കി. സ്നേഹാദരങ്ങളോടെയിൽ വന്നതാണ് ചരിത്രപരമായ ആവശ്യം എന്നായിരുന്നു ആ ലേഖനത്തിന്റെ പേര്. താങ്കൾ പറഞ്ഞോളൂ.
ശരി, എന്നാൽ മഞ്ജുഷ് ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാനിരിക്കുന്ന ആളാണല്ലോ. 2003 കേരളത്തിലെ 2003 മുഖ്യമന്ത്രി ആരാണ്? ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരാണ്? മഞ്ജുഷ് പറയൂ. മഞ്ജുഷ് ഇപ്പൊ എന്തായാലും ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയാനായിട്ട് വളരെ വ്യഗ്രതയോടെ ഇരിക്കുകയല്ലേ, പറഞ്ഞോളൂ. ആരാണ് 2003 ഈ ലേഖനം ആദ്യമായി എ കെ ആന്റണിയെ കുറിച്ചാണോ അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്? ശ്രീ അഡ്വക്കേറ്റ് അല്ല, അന്ന് മുഖ്യമന്ത്രിയായ ഒരാളെ കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് താങ്കൾക്ക് എങ്ങനെ പറയാൻ കഴിയും? കാലത്തിന്റെ ആവശ്യം എന്നുള്ളതാണ്, അതിപ്പോഴും പ്രസക്തമായത് കൊണ്ടാണ് അദ്ദേഹം ഈ ലേഖനം ഇവിടെ ഉദാഹരിച്ചത്. അഡ്വക്കേറ്റ് അക്കാര്യം മനസ്സിലാക്കുവാൻ കേരള സമൂഹത്തിന് കഴിയുമെങ്കിലും ഇന്ററപ്ഷൻ ഇല്ലാതെ പറയാൻ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ പോയിന്റ് പറയാൻ ശ്രമിക്കാം. അതല്ല മഞ്ജുഷ് ഉദ്ദേശിക്കുന്നത് പോലെ MT വാസുദേവൻ നായർ പിണറായി വിരുദ്ധനാണ്, ഇടതുപക്ഷ വിരുദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ടേ റേഡിയോ പോലെ വാർത്തകൾ വായിക്കുന്ന രാമചന്ദ്രനെ പോലെ പറഞ്ഞുകൊണ്ടേയിരിക്കാനാണെങ്കിൽ പറഞ്ഞുകൊണ്ടേ ഇരുന്നോളൂ. അങ്ങയുടെ ചാനലാണ്, അങ്ങയാണ് അവതാരകൻ, അങ്ങയ്ക്ക് അത് പറയാനുള്ള അവകാശമുണ്ട്. അതിങ്ങനെ കൈകെട്ടി കേട്ടിരിക്കാനുള്ള അവകാശം എനിക്കുമുണ്ട്. 2003 AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ, AB വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ശ്രീമാൻ MT വാസുദേവൻ നായർ ഇങ്ങനെ ഒരു ലേഖനം എഴുതാനുള്ള സാഹചര്യം ഉണ്ടായി. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വരും, രണ്ടാം ഊഴത്തിലും പിണറായി വിജയൻ വരും, ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ വരും എന്ന് മുൻകൂട്ടി ഗണിച്ച് കണ്ടുകൊണ്ടല്ല മലയാളത്തിന്റെ മഹാനായ കഥാകാരൻ അത്തരത്തിലൊരു ലേഖനം അന്ന് എഴുതിയത്. അന്ന് എഴുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നു, അന്ന് AB വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നു. അവർ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമായിരിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ ശാസ്ത്രീയ സാഹചര്യത്തിൽ ആ തരത്തിലൊരു ചിന്തയിലേക്ക് ശ്രീ MT വാസുദേവൻ നായർ പോവുകയും അദ്ദേഹം ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആ ലേഖനത്തിന്റെ കണ്ടൻസിനെ പറ്റിയാണ് യഥാർത്ഥത്തിൽ മഞ്ജുഷിന്റെ തർക്കമെങ്കിൽ എന്താണ് ആ ലേഖനത്തിന്റെ തുടക്കത്തിൽ പറയുന്നത്? അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള തുറന്ന അവസരമാണ്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിന്റെ മാത്രം പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ടല്ല, ഇന്ത്യയുടെ മാത്രം പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ടല്ല, ഒരു പൊതു ജനറൽ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുകയാണ്. മന്ത്രിസഭയെ കുറിച്ച് പറയുന്നു, നിയമസഭയെ കുറിച്ച് പറയുന്നു. എങ്കിൽ ഈ ലേഖനത്തിൽ എന്തിനാണ് പാർലമെന്റ് എന്നുള്ള പരാമർശം ഉണ്ടാകുന്നത്? മഞ്ജുഷേ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ ലേഖനത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് ആൾക്കൂട്ടം ഉത്തരവാദിത്തമുള്ള സമൂഹമാകണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ആൾക്കൂട്ടം ഉത്തരവാദിത്തമുള്ള സമൂഹമാകണം എന്നുള്ള സന്ദേശത്തെ പറ്റി ആദ്യം ഒരു തുടക്കം കുറിച്ചത് ഇടതുപക്ഷത്തിന്റെ പര്യായപദമായ EMS നമ്പൂതിരിപ്പാടാണെന്നും അദ്ദേഹത്തെ ഒരു റോൾ മോഡലായി സ്വീകരിക്കണമെന്നുമാണ് MT വാസുദേവൻ നായർ ഈ ലേഖനത്തിലൂടെ വരച്ചു കാട്ടുന്നത്. ശരി ശരി.